ഒരു അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ പറഞ്ഞത് ഏതാണ് മെയിൻ ആയിട്ടുള്ളത്? റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ ആണ്. ഓക്കെ, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജീൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പ്രോട്ടീൻസ് അല്ലെങ്കിൽ അവര് ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യും അല്ലെ, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആക്കുന്നത്. അങ്ങനെയാണ് എന്ത് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഒരു ജീനിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? റൈറ്റ് ടൈമിലും ആയിരിക്കണം, റൈറ്റ് എമൗണ്ടിലും ആയിരിക്കണം അല്ലെ? ഒരു ജീനിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ടൈമിലും ആയിരിക്കണം, റൈറ്റ് എമൗണ്ടിലും ആയിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്? ഒരു എനർജീന്റെ കുറവ് വരും, അല്ലെങ്കിൽ എന്ത് വരും? മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ? ഈ ഒരു ജീൻസിന്റെ എക്സ്പ്രഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലേ? ആരെയൊക്കെയാണ് ഈ ഒരു ജീൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് പറയുന്നത്? ആരെയൊക്കെയാണ്? ഈ ഒരു മെറ്റബോളിക് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അതിന്റെ ഒക്കെ ഇതാക്കിയിട്ട് അതൊക്കെ ജീനിന്റെ എക്സ്പ്രഷനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിക് ഇതിനെയൊക്കെയാണ് എന്താ ചെയ്യുന്നത്? അത് എക്സ്പ്രഷൻസ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ജീൻ എക്സ്പ്രഷൻ പ്രോകാരിയോട്സിലുള്ള ഒരു ജീനിന്റെ എക്സ്പ്രഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവര് ആ ഒരു സെറ്റ് ഓഫ് ജീന് ഒരു റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻസ് അതിനെ ഇതാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജീൻസിനെ, ഒരു സെറ്റ് ഓഫ് ജീൻസിനെ അവരെന്താണ് പറയുന്നത്? ഓപ്പറോൺ എന്നാണ് പറയുന്നത്. മെറ്റബോളിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ റിയാക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസിനെ അവര് ഓപ്രോൺസ് എന്നുവെച്ചാൽ പ്രോകാരിയോട്സിന് അവരെ ഓപ്രോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ലാക്കോപ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്ത് മീഡിയത്തിലേക്ക്, അവരെ വളർത്തുന്ന മീഡിയത്തിലേക്ക് നമ്മൾ ഒരു സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ ഒരു ജീൻസ് എന്ത് ചെയ്യും? ആ ഒരു സബ്സ്ട്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആക്റ്റീവ് ആകും അല്ലെ? ജീൻസ് എന്ത് ചെയ്യും? ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യും മെറ്റബോളൈറ്റ്സിനെ, ആ ഒരു സബ്സ്ട്രേറ്റിനെ എന്ത് ചെയ്യാൻ? മെറ്റബോളൈസ് ചെയ്യാൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സബ്സ്ട്രേറ്റ് കൊടുക്കുകയാണ് ഒരു ബാക്ടീരിയൽ മീഡിയത്തിലേക്ക്, അവരെന്ത് ചെയ്യും? ആ ജീൻസ് ആ ഒരു മെറ്റബോളിസത്തിന്, അതിന്റെ മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആക്റ്റീവ് ആകും, സ്വിച്ച് ഓൺ ചെയ്യും ജീൻസിന്റെ ആ ഒരു റെഗുലേറ്ററി മോഡ്. ഇനി നമ്മൾ മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ ഒരു ജീനിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അവരെന്താ ചെയ്യുക? ടേൺഡ് ഓഫ് ആവും. അതിനെ റിപ്രഷൻ എന്നാണ് പറയാ. ഓക്കെ, നമ്മുടെ മെറ്റബോളൈറ്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? അവിടെ മെറ്റബോളിസത്തിന്റെ ആ ഒരു റെഗുലേഷൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജീൻസ് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ആയിട്ട് നിൽക്കും. അതിനെന്താണ്? റിപ്രഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഈക്വളയിലുള്ള ലാക്കോപ്രോണിനെ നോക്കുവാണെങ്കിൽ എന്താണ്? ലാക്കോപ്രോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ ലാക്ടോസിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ലാക്കോപ്രോൺ എന്താണ് ചെയ്യുന്നത്? ലാക്ടോസിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ആരാണ് ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇതാക്കിയിട്ടുള്ളത്? ജേക്കബും പിന്നെ ആരാണ്? മൊണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജേക്കബ് മൊണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് 1961 ജേക്കബ് ആൻഡ് മൊണാഡ് 1961 ഫസ്റ്റ് എന്ത് ചെയ്തത്? ഈ ഒരു ലാക്കോപ്രോണിന്റെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ലാക്കോപ്രോണിനെ ആ ഒരു ജീൻസിന് അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കതില് 3 സ്ട്രക്ചറൽ ജീൻസ് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 3 സ്ട്രക്ചറൽ ജീൻസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആവുന്ന ജീൻസ് അല്ലെ? ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ഉണ്ടായി ആ mRNAയിൽ നിന്ന് പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കുന്ന ആ ജീൻസിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് അല്ലെ? ആ സ്ട്രക്ചറൽ ജീൻസ് തന്നെ 3 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് ഇതിൽ കാണുന്ന സ്ട്രക്ചറൽ ജീൻസ്? സെഡ് ജീൻ കാണുന്നുണ്ട്. സെഡ് ജീൻ എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്?
കോഡ് ചെയ്യുന്നത് ഗാലക്ടോസിഡേസിനെയാണ്. ഗാലക്ടോസിഡേസിനെയാണ്. ഗാലക്ടോസിഡേസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റും. ഓക്കെ, ഈ ഒരു സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗാലക്ടോസിഡേസ് ആണ്. ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ് ആര് കോഡ് ചെയ്യുന്നത്? നമ്മുടെ ജഡ്ജീൻ കോഡ് ചെയ്യുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏത് ജീനാണുള്ളത്? വൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ ഉണ്ട്. ഓക്കെ, അത് എന്തിനാ കോഡ് ചെയ്യുന്നത് വെച്ചാല് പെർമിയേസിനെയാണ് കോഡ് ചെയ്യുന്നത്. എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്? പെർമിയേസിനെയാണ് കോഡ് ചെയ്യുന്നത്. ഈ പെർമിയേസ് എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പെർമിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിക്കണം എന്താണ് പെർമിയബിലിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഉള്ളതാണ്. അവരെന്ത് ചെയ്യും? സെല്ലിന്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആർക്ക് പെർമിയബിൾ ആവാൻ വേണ്ടിയിട്ടാ? ലാക്ടോസിന്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലാക്ടോസിന് സെല്ലിന്റെ ആ ഒരു സെല്ലിനെ പെർമിയബിൾ ആക്കുന്ന ആളാണ് ആര്? പെർമിയേഴ്സ് എന്ന് പറയുന്നുള്ള ആള്. ആ ആളെ കോഡ് ചെയ്യുന്നത് ഏത് ജീനാണ്? വൈ ജീനാണ്. അത് നമുക്ക് ഈ ഒരു ലാക്കോപ്രോണിൽ നമുക്ക് ലാക്കോപ്രോണിന്റെ സ്ട്രക്ചറൽ ജീൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജീനാണ്. ഓക്കെ, ഇനി ഈ ഒരു പെർമിയേഴ്സ് എന്ന് പറയുമ്പം ഈ ഒരു വൈജീൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷെ ഒരു സ്മോൾ എമൗണ്ടിൽ എപ്പോഴും നമുക്കത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യും? നമ്മുടെ ലാക്ടോസ് വരാൻ വേണ്ടിയിട്ട് അതിനെ തട്ടാൻ വേണ്ടി പെർമിയബിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എമൗണ്ട് ആവശ്യമുള്ളപ്പോ അതാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു വൈജീൻ ചെയ്യുന്നത്. ഇനി എ ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവര് ട്രാൻസ് അസറ്റൈലേസിനെ കോഡ് ചെയ്യും. എന്തിനെ? ട്രാൻസ് അസറ്റൈലേസിനെ കോഡ് ചെയ്യും. കോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ 3 സ്ട്രക്ചറൽ ജീൻ ഉണ്ട് എന്ന് പറഞ്ഞു. ലാക്കോപ്രോണില് 3 സ്ട്രക്ചറൽ ജീനുകൾ. ഇനി രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പ്രൊമോട്ടർ ജീനെ കാണാൻ പറ്റും. ഓക്കെ, പ്രൊമോട്ടർ ജീനെ കാണാൻ പറ്റും. നമുക്ക് അറിയാം എന്തുണ്ട്? ഒരു പ്രൊമോട്ടർ ഉണ്ടാവും. അവിടെ നിന്നാണ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് നമുക്കറിയാലേ. അപ്പൊ എന്തായാലും എന്ത് വേണം? ഒരു പ്രൊമോട്ടറിനെ നിർബന്ധമായിട്ടും വേണം. അപ്പൊ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ലാക്കോപ്രോണില് കാണാൻ പറ്റും. ഇവിടെ എന്തുണ്ട്? RNA പോളിമറൈസ് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു ജീനും കൂടി ഉണ്ട്. ഏതാണ്? ഓപ്പറേറ്റർ ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ ജീൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എന്ത്? സ്ട്രക്ചറൽ ജീനിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഓക്കെ, സ്ട്രക്ചറൽ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? റിപ്രസർ ബൈൻഡ് ചെയ്യുന്ന ജീൻ. ഈ ഒരു ഓപ്പറേറ്റർ ജീനാണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? സ്ട്രക്ചറൽ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്ട്രക്ചറൽ ജീൻസ് ആണ് എന്തൊക്കെ? ബീറ്റാ ഗാലക്ടോസിഡേസ്, ട്രാൻസ് അസറ്റൈലേസ്, നമ്മുടെ പെർമിയേസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റർ ജീൻ ആണ്. ഓക്കെ, ഈ ഒരു ഓപ്പറേറ്റർ ജീൻ അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റർ ജീൻ ആയതുകൊണ്ട് തന്നെ റിപ്രസർ, ഇവിടെ വരുന്ന റിപ്രസർ ഈ ഓപ്പറേറ്റർ ജീനോട് ബൈൻഡ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിപ്രസർ ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു ഓപ്പറേറ്റർ ജീനിലാണ്. ഇത് എന്തിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്? നമ്മുടെ സ്ട്രക്ചറൽ ജീൻസിനെ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ജീൻസിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റർ ജീനെ നമുക്ക് എന്ത് ചെയ്യുക? കാണാൻ കഴിയുക. പിന്നെ ഒരു റെഗുലേറ്റർ ഇൻഹിബിറ്റർ ജീൻ ഉണ്ട്. ഒരു റെഗുലേറ്റർ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻസ് കാണാൻ പറ്റും. I എന്നാണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്തിനെയാണ് അത് കോഡ് ചെയ്യുന്നത്? റിപ്രസർ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. അവരാണ് റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അവരാണ്
റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. ആ റിപ്രസർ പ്രോട്ടീൻ ആരുമായിട്ടാ ബൈൻഡ് ചെയ്യുന്നത്? ഓപ്പറേറ്ററുമായിട്ട്. അങ്ങനെ ആവുമ്പം എന്താ ചെയ്യാ? ഈ ഒരു എന്ത് നടക്കില്ല? സ്ട്രക്ചറൽ ജീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലെ? അതിന്റെ ഇത് നടക്കില്ല, ട്രാൻസ്ക്രിപ്ഷൻ ഒന്നും നടക്കില്ല. പിന്നെ എന്തുണ്ട്? പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഒരു ഇൻഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇൻഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതിനെ മൊത്തം അതൊരു കെമിക്കലാണ്. ആ ഒരു കെമിക്കൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് നടക്കുന്നത് അല്ലെ? റിപ്രസർ വന്നിട്ട് ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആ റിപ്രസറിനെ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്താവും? അത് പോയിട്ട് നമ്മുടെ ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത സ്ട്രക്ചറൽ ജീൻസിനെ എന്ത് ചെയ്യില്ല? അതിനെ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിടില്ല, അല്ലെങ്കിൽ mRNA ആക്കാനൊന്നും വിടില്ല. അപ്പം ആ ഒരു റിപ്രസറിനെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഇനാക്റ്റീവ് ആക്കുന്ന ഒരാളാണ് ആര്? ഇൻഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അയാൾ എന്താണ്? ഒരു കെമിക്കലാണ്. അതിന് എന്തിനോട് ബൈൻഡ് ചെയ്യാൻ പറ്റും? റിപ്രസറിനോട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം റിപ്രസറിനോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് എന്തോട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? ഓപ്പറേറ്റർ ജീൻ അപ്പോൾ ആക്റ്റീവ് ആയിരിക്കും, സ്ട്രക്ചറൽ ജീനെ ആക്റ്റീവ് ആക്കും അല്ലെ? അപ്പം ഇൻഡ്യൂസർ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇൻഡ്യൂസർ വരുമ്പം എന്താണ്? ആ ഒരു സ്ട്രക്ചറൽ ജീൻസ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ അല്ലെങ്കിൽ mRNA ഇതാക്കി പ്രോട്ടീനെ സിന്തസിസ് ചെയ്യും അല്ലെ? ഇനി ഇൻഡ്യൂസർ വരാത്ത സമയത്തോ, ഇൻഡ്യൂസർ വന്നിട്ടില്ലെങ്കിൽ റിപ്രസർ ജീൻസ് റിപ്രസർ ഫ്രീ ആണ്. റിപ്രസർ എന്ത് ചെയ്യും? ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കാണ്ട് നോക്കും. അപ്പൊ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ലാക്ടോസ് അല്ലെ? ഇവിടെ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാക് കോപ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഡ്യൂസർ ലാക്ടോസ് ആബ്സെന്റ് ആയിരിക്കുമ്പോൾ എന്താ നടക്കുന്നത്? റെഗുലേറ്റർ ജീൻസ് ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്, റെഗുലേറ്റർ ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റർ ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്രസറിനെ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പം എന്തിനാക്കും? റിപ്രസറിന്റെ റെഗുലേറ്റർ ജീൻസ് അല്ലെ? റെഗുലേറ്ററി ജീൻസ് ഇതാണ്. അവരെന്ത് ചെയ്യും? അവര് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത് എന്തിന്റെ mRNA ആണ്? നമ്മുടെ റിപ്രസർ ഉണ്ടാവണ്ടേ? ആ ഒരു റിപ്രസർ ഉണ്ടാവേണ്ടതിന്റെ mRNA ആണത്. ഓക്കെ, ആ mRNAയിൽ നിന്ന് അവര് റിപ്രസർ പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. ഓക്കെ, mRNA റിപ്രസർ പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. അങ്ങനെ എന്തായി? റിപ്രസർ ഉണ്ടായി. റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? അത് പോയിട്ട് ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇവിടെയാണ് എന്തുള്ളത്? സ്ട്രക്ചറൽ ജീൻസ് ഒക്കെ ഉള്ളത്. ഓപ്പറേറ്റർ ഇതാണ്. അപ്പം ഓപ്പറേറ്റർ ആക്റ്റീവ് ആയിട്ടാണ്, ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുക? എന്തിനെ ആക്റ്റീവ് ആക്കുക? ഈ ഒരു അങ്ങോട്ടുള്ള സ്ട്രക്ചറൽ ജീൻസിനെ ആക്റ്റീവ് ആക്കുക. പക്ഷെ ഓപ്പറേറ്ററിലേക്ക് പോയി ബൈൻഡ് ചെയ്ത് നിന്ന് ഇവരെന്ത് ചെയ്യും? ഈ ഒരു ഇതിനെ അങ്ങോട്ട് ഓപ്പറേറ്ററിനെ അങ്ങോട്ട് ഇനാക്റ്റീവ് ആക്കും അല്ലെ? അപ്പം എന്താണ്? ഓപ്രോൺ ഓഫ് ആയിരിക്കും. ഓഫ് സ്റ്റേജിൽ ഇങ്ങനെയാണ്. അപ്പൊ റിപ്രസർ ആക്റ്റീവ് ആണ്. ലാക്ടോസ് എന്താണ്? ആബ്സെന്റ് ആണ് ഈ സ്റ്റേജിൽ. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? ഈ ഒരു 3 സ്റ്റെപ്പിലുള്ള പ്രോസസ് ആണ് എന്തിൽ വരുന്നത്? ലാക്ടോസ് ആബ്സെന്റ് ആവുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് നോക്കുന്നത്? ലാക്ടോസ് പ്രസന്റ് ആവുമ്പോൾ, ഇൻഡ്യൂസർ അല്ലെങ്കിൽ ലാക്ടോസ് പ്രസന്റ് ആയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും? ലാക്ടോസ് ഇവിടെ നിന്ന് റെഗുലേറ്ററി ജീൻ ഉണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് റിപ്രസറിന്റെ mRNA ഉണ്ടാക്കി, അതിന് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കി. റിപ്രസർ പ്രോട്ടീൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ലാക്ടോസ് എന്ത് ചെയ്തു? ലാക്ടോസ് വന്നു. നമ്മുടെ ഇൻഡ്യൂസർ ആയിട്ടുള്ള ലാക്ടോസ് വന്നു. ലാക്ടോസ് എന്ത് ചെയ്തു? ഈ ഒരു പ്രോട്ടീൻ, നമ്മുടെ റിപ്രസർ പ്രോട്ടീനുമായിട്ട് എന്ത് ചെയ്തു? അങ്ങ് ബൈൻഡ് ചെയ്തു. അപ്പം ആ റിപ്രസർ എന്തായി? ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ ആയി. ഇവിടെ ഇനാക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റർ ജീൻ എന്താണ്? ആക്റ്റീവ് ആവും അല്ലെ? അത് ആക്റ്റീവ് ആവുമ്പോൾ അവരെന്ത് ചെയ്യും?
ഈ 3 സ്ട്രക്ചറൽ ജീൻസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സെറ്റ്, വൈ, എ എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഈ ഒരു ഓപ്പറേറ്റർ എന്തിനു സഹായിക്കും? ഇവരുടെ ട്രാൻസ്ക്രിപ്ഷൻ അതിനെ ആക്റ്റീവ് ആക്കും അല്ലെ. അങ്ങനെ ആവുമ്പം ഈ ഒരു സെഡ് ജീൻ എന്താ ചെയ്യുന്നത്? സ്ട്രക്ചറൽ ജീൻസില് സെഡ് ജീന് ബീറ്റാ ഗാലക്ടോസിഡേസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവരൊക്കെ ആദ്യം mRNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെഡ് ജീന് എന്താണ് ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് നമ്മുടെ വൈജീന് ഏതാണ്? പെർമിയേസിന്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യും. എ എന്ന് പറയുന്നത് ട്രാൻസ് അസറ്റൈലീസിന്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്താവും? അവസാനം ഈ പ്രോട്ടീൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1990 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഹ്യൂമന്റെ മൊത്തം ജീനോമില് നമുക്ക് ഡിസ്കവർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു അല്ലെങ്കിൽ അതിന്റെ സീക്വൻസസ് മൊത്തം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അതിനെ പഠിക്കുക എന്നുള്ളതിലാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വന്നിട്ടുള്ളത്. ഇതില് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു? നമ്മുടെ DNA സീക്വൻസിനെ അല്ലെങ്കിൽ അതിന്റെ സെഗ്മെന്റ്സിനെ ഒക്കെ എടുത്ത് ഐസൊലേറ്റ് ചെയ്തു, പിന്നെ അതിനെ ക്ലോൺ ചെയ്തു അല്ലെ, അതുപോലെയുള്ള അതിനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയുള്ള എല്ലാ എന്താ പറയുക നമ്മുടെ മൊത്തം ജീനോമിന്റെയും എല്ലാ സെഗ്മെന്റ്സിനെ കുറിച്ചും എല്ലാ അതിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ആയിരുന്നു ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? ഒരു 2003 ആയപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അത് 2003 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതില് ക്രോമസോം 1ന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് എന്താണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ക്രോമസോം 1ന്റെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കി പഠിച്ചതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്രോമസോം 1ന്റെ ഒക്കെ മൊത്തമായിട്ട് ഇതാക്കിയത് എപ്പോഴാണ്? ഒരു 2006 മെയ് ഒക്കെ ആയപ്പോഴാണ് ആ ഒരു ക്രോമസോം 1ന്റെ മൊത്തം ഡീറ്റെയിൽസും മൊത്തം ഇതൊക്കെ എന്ത് ചെയ്തത്? പഠിച്ച് ഇതാക്കിയെടുത്തത്. അപ്പം അതിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് കുറച്ച് എന്താണ് അതിൽ പഠിച്ചത് അല്ലെങ്കിൽ അതിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണ്, കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ജീനോമില് എന്തുണ്ട്? ഒരു ഇത്രയും മില്യൺ ബേസ് പെയേഴ്സ് എന്തിന് കാണുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ കാണുന്നുണ്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെന്താണ്? ഒരു 30,000-ഓളം ജീൻസ് എന്തിൽ കാണുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ കാണുന്നുണ്ട്. ഒരു ജീനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 3000-ഓളം ബേസ് പെയേഴ്സ് എന്തുണ്ട്? ഒരു ജീനിൽ തന്നെ നമ്മളതിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ജീനോം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ജീനായിട്ട് പറയുന്ന ഏതാണ്? ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനാണ്. അതിന് ആ ഒരൊറ്റ ജീനിന് തന്നെ എത്ര അടങ്ങിയിട്ടുണ്ട്? ഒരു 2.4 മില്യൺ ബേസ് പെയേഴ്സ് ഉള്ള അത്രയും വലിയൊരു ജീനാണ് ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ജീനാണ്. ഓക്കെ, പിന്നെ നമ്മളെ ഫുള്ള് എല്ലാ ഹ്യൂമൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 99.9% ന്യൂക്ലിയോടൈഡ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എന്താണ്? ഒരു 99.9 അത്രയും പെർസെന്റേജ് എല്ലാവരുടെ ന്യൂക്ലിയോടൈഡ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുറച്ച് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇത്രയും ജീനോമും ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ നമ്മുടെ ജീനോമില് ആകെ 2%, ഒരു 2%ഓളം ജീനോം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത്രയും വലിയ കുറേ ബേസ് പെയേഴ്സ് ഇതൊക്കെ ഉള്ള ജീനോം ഒക്കെ ഉണ്ട്, ഇത്രയും മില്യൺ ബേസ് പെയേഴ്സ് ഉള്ള ജീനോം ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ വെറും 2% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ജീൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രോമസോം 1ലാണ്. ഓക്കെ, ക്രോമസോം 1ലാണ് ഏറ്റവും കൂടുതൽ ജീൻസ് കാണുന്നത്. എത്ര ഉണ്ട്? ഒരു 2968 അത്രയും ജീൻസിന് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഒരു ക്രോമസോം 1 ആ ഒരൊറ്റ ക്രോമസോമിൽ നമുക്ക് കാണുന്നുണ്ട്.
ഏറ്റവും കുറവ് ജീൻസ് കാണുന്നത് ഏതിലാണ്? Y ക്രോമസോമിലാണ്. 231 ജീൻസ് മാത്രമേ നമ്മൾ എന്തിൽ കാണുന്നുള്ളൂ? Y ക്രോമസോമിൽ കാണുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീൻസിൽ എന്ത് കാണാൻ പറ്റും? ഒരു സിംഗിൾ ബേസ് പെയറിൽ ഡിഫറൻസ് കാണാൻ പറ്റും. DNA എന്ത് കാണാൻ പറ്റും? ഒരു സിംഗിൾ ബേസ് പെയറിൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു സിംഗിൾ ബേസ് പെയറിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് അത് ഒരു ഏകദേശം എന്താണ് 1.4 മില്യൺസ് ഓഫ് ലൊക്കേഷൻസ്, അത്രയും ലൊക്കേഷൻ, അതിനുള്ളിലുള്ള ലൊക്കേഷൻസിൽ എന്തുണ്ടാവും? ഈ ഒരു സിംഗിൾ ബേസ് പെയറിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇതാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ലെങ്കിൽ SNPs എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ DNA ലെവലില് എന്താണ് ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ഓരോരുത്തരെയും അവരുടെ DNA അത്രയും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? അത് ഡെവലപ്പ് ചെയ്തത് അലക്സ് ജെഫ്രീസ്. അലക്സ് ജെഫ്രീസ് എന്ന് പറയുന്ന ആളാണ്. അതേപോലെ ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ് ആയിരുന്നു. ഓക്കെ, 1985 എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? കുറെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള DNAs കാണുന്നത്. എന്താണ് റെപ്പിറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന DNAs ആണ്. മെയിൻ ആയിട്ട് അവർക്ക് കോഡിങ്ങിന്റെ ഫംഗ്ഷൻ ഒന്നുമില്ല, പക്ഷെ എന്തുണ്ട്? അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജീനോമിൽ ആകെ 2% ഇത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഒരു വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. വേസ്റ്റ് എന്നല്ല, പക്ഷെ അതിൽ എന്തൊക്കെ കാണാം? നമുക്ക് ഇതുപോലുള്ള റെപ്പിറ്റേറ്റീവ് DNAs ഒക്കെ അതിൽ കാണാം. ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറയുന്നതായിട്ടൊക്കെ. ഓക്കെ, അപ്പം ഇതുപോലെ നോൺ കോഡിങ് ആയിട്ടുള്ള ഓക്കെ നോൺ കോഡിങ് ആയിട്ടുള്ള റിപ്പീറ്റഡ് സീക്വൻസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇത് ഓരോ പേഴ്സണിലും ഈ ഒരു റിപ്പീറ്റേഷന്റെ അളവ്, ഈ ഒരു റിപ്പീറ്റേഷന്റെ നമ്പർ ആണെങ്കിലും ഇത്ര ബേസ് പെയേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 99.9% ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ സെയിം ആണ്, ഓക്കെയാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു റെപ്പിറ്റേറ്റീവ് DNAs ഒക്കെ അല്ലേ, അവരുടെ നമ്പേഴ്സ് എത്ര പ്രാവശ്യം ആ DNA റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ബേസ് പെയർ ഉള്ള DNA ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അതെന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിൽ നിന്നുണ്ടാകുന്ന ഡിഫറൻസ് ഒക്കെ അല്ലേ റീകോമ്പിനേഷൻ ഇതൊക്കെ വരുന്ന വഴിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റിപ്പീറ്റേറ്റീവ് DNA അളവൊക്കെ നമുക്കും നമ്മുടെ പാരന്റ്സ് ഇതൊക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്താണ്? ഒരു സൈഗോട്ട് ക്ലീവേജ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഫുള്ളായിട്ട് അങ്ങ് ക്ലീവ് ചെയ്ത് പോവാണ് അല്ലെ? അങ്ങനെ ഫുള്ളായിട്ട് ക്ലീവ് ചെയ്ത് രണ്ടായി മാറിയിട്ട് അത് രണ്ടിനും എന്തുണ്ട്? പിന്നെ രണ്ടായിട്ട് മാറിയിട്ട് ഇതാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ആര്? മോണോസൈഗോട്ടിക് ട്വിൻസ് അല്ലെ? അവരിലൊഴികെ ബാക്കി എല്ലാവർക്കും എന്താണ്? ഈ ഒരു റെപ്പിറ്റേറ്റീവ് DNAയുടെ അളവ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇതൊക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ പേഴ്സണിലും അത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ട്? സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DNA ഉണ്ട്. സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെപ്പിറ്റേറ്റീവ് DNA തന്നെയാണ്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന DNA തന്നെയാണ്. പക്ഷെ എന്താണ്? ഷോർട്ട് സീക്വൻസ് ആയിരിക്കും. നമ്മുടെ റെപ്പിറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞപ്പോൾ അതിന് എത്ര ബേസ് പെയർസ് വേണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി അവർ സ്മോളർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന, ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സീക്വൻസസ് ആണ് ഈ ഒരു സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. ഇവര് റിപ്പീറ്റേറ്റീവ് DNAs ആണ്, പക്ഷെ ഇവര് ഷോർട്ട് സീക്വൻസസ് ആയിരിക്കും. ബേസ് പെയർസ് ഭയങ്കര കുറവായിട്ടുള്ള ഷോർട്ട് സീക്വൻസസ് ആയിരിക്കും. ഹൈലി റിപ്പീറ്റഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സാറ്റലൈറ്റ് DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് നോക്കാം. ഈ ഒരു സാറ്റലൈറ്റ് DNA തന്നെ മൈക്രോ സാറ്റലൈറ്റ്സ് ആൻഡ് മിനി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാല് സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് ആണ്. സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് എന്ന് പറയുന്ന മൈക്രോ സാറ്റലൈറ്റ്സ് ഉണ്ട്. മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 5 to 8 ബേസ് പെയേഴ്സ് ആണ് അതിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പറഞ്ഞു അത്രയധികം ബേസ് പെയേഴ്സ് ഇല്ലാത്ത ചെറിയ സീക്വൻസസ് ആയിരിക്കും ആര് ഈ ഒരു സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെയുള്ള മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ 5 മുതൽ 8 വരെ ബേസ് പെയേഴ്സ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അവര് ആ ഒരു 8 ബേസ് പെയേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്, മിനി സാറ്റലൈറ്റ്സ് ആണ്. മിനി സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ 11 മുതൽ 60 വരെ ബേസ് പെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 11 മുതൽ 60 വരെ ബേസ് പെയേഴ്സ് കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്, VNTR. VNTR എന്താണ്, വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു VNTR എന്ന് പറയുന്നത് എന്താണ്, മിനി സാറ്റലൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. 11 മുതൽ 60 വരെ എന്താണ് ലോങ് ആയിട്ടുള്ളവരാണ് അത്. ഓക്കെ, അതിൽ ഈ ഒരു VNTR എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം വെച്ചാൽ ഏതെങ്കിലും ഒക്കെ സീക്വൻസ് ഇങ്ങനെ ഡിഫറൻസ്, ഒരു ഒരൊറ്റ ബേസിൽ ഡിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര പോളിമോർഫിസം അല്ലേ അത്, എല്ലാ ആൾക്കാരിലും ഡിഫറൻസ് ആയിട്ട് കാണുന്നത്. അപ്പം അതെന്താണ്, അത് DNA ഫിംഗർ പ്രിന്റിനെ ബേസ്ഡ് ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എന്താണ് ഒരു പോളിമോർഫിസം കാണിക്കുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മള് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് നോക്കുവാണ്. അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നിക്കിന് നമ്മൾ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കും കൂടി പറയാറുണ്ട്. എന്താണ് സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കും കൂടി പറയാറുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, DNA സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കും. DNA ഇപ്പൊ പുവർ കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, പുവർ കണ്ടീഷനിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അളവിൽ നമുക്ക് DNA കിട്ടിയിട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു PCR എന്താണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള PCR ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു DNA ആംപ്ലിഫൈ ചെയ്യും. കുറെ എമൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും, ആംപ്ലിഫൈ ചെയ്തിട്ടെടുക്കും, കോപ്പീസിനെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വെച്ചിട്ട് ഈ DNA നമ്മൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെക്കുമ്പോൾ ഉള്ളിലുള്ള പാർട്സ് ആയിട്ട് എന്ത് ചെയ്യും, DNA ഇങ്ങനെ കട്ട് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് വെക്കും അവരല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സിനെ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ വെയിറ്റിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നെ NaOH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കലി സൊല്യൂഷൻ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു DNA ബോൺസിനെ ഡീനാച്ചുറേറ്റ് ചെയ്തിട്ട് അങ്ങനെ DNA എങ്ങനെയുള്ളത്, ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണുള്ളത് അല്ലെ, ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണുള്ളത്. അപ്പം NaOH ആൽക്കലി സൊല്യൂഷൻ വെച്ചിട്ട് ആ ഡബിൾ സ്റ്റാൻഡ്സിനെ ആ ബോണ്ടൊക്കെ അങ്ങോട്ട് ക്ലീവ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് നിർത്തും. അത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് അടുത്തതിൽ വരുന്നത്. അപ്പൊ ഇനി എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡ് ഒക്കെ ആക്കി വെച്ചു, ഇലക്ട്രോഫോറസിസ് ഒക്കെ നടത്തി വെച്ചു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഒരു ബ്ലോട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് മാറ്റും. സിന്തറ്റിക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇത് നൈട്രോ സെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ക്ലോത്ത് ഒക്കെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ അതിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നല്ല ഹീറ്റ് ചെയ്യും, എന്താണ് ബേക്ക് ചെയ്യും. ഇവിടെ വാക്വം ആയിട്ടുള്ളതിൽ ഓവനില് ബേക്ക് ചെയ്യും. എത്ര ഡിഗ്രി സെൽഷ്യസില്, 80 ഡിഗ്രി സെൽഷ്യസിൽ എത്ര അവേഴ്സ്, 3 to 5 hours.
എന്തിനാണ് ഈ ഒരു മെംബ്രെയിനിലേക്ക് ആ ഒരു DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇത് നടത്തുന്നത്. നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഈ ഒരു നൈട്രോസെല്ലുലോസിന്റെ ആ ഒരു പേപ്പർ ഇല്ലേ, ഇത് എന്ത് ചെയ്യും, ഈ ഒരു ഒരു സൊല്യൂഷനിലേക്ക് വെക്കുന്നത് എന്തുള്ള സൊല്യൂഷൻ ആണ്, റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA പ്രോബ് ഉള്ള ഇതിലേക്ക് വെക്കും. ഓക്കെ, കണ്ടെയ്നിങ് റിപ്പീറ്റഡ് സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കോംപ്ലിമെന്ററി ടു ദോസ് ഓൺ VNTRs. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു അതിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ടാവില്ലേ, ഇപ്പം ഒരു ക്രൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട ഒരാളെ കിട്ടണ്ടേ. അപ്പം അതിനു വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെയാണ് നമ്മൾ ഇത്രയും നേരം എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ക്രൈമിൽ ഒരു DNA കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു സീക്വൻസസ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സീക്വൻസസ് ഈ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു DNA സീക്വൻസസിന്റെ ഇതിലേക്ക് എന്ത് ചെയ്യും, അതിന്റെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള DNA സീക്വൻസസിന് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ പ്രോബ് ആക്കിയിട്ട് ഒരു സൊല്യൂഷനിൽ തക്കും. നമ്മൾ എടുത്തിട്ടുള്ള ഇപ്പം സംശയിക്കുന്ന ആളുടെ DNA എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു നൈലോണിലോ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൊല്യൂഷനിൽ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സൊല്യൂഷനിൽ വെക്കുമ്പോൾ അത് മാച്ച് ആണെങ്കിൽ എന്താണ്, മാച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു DNA പ്രോബ് ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസസ് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അപ്പൊ നമ്മള് സൊല്യൂഷനിലുള്ള DNA റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള DNAയുടെ പ്രോബ് സെയിം ആയിട്ടുള്ള അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അതിൽ പോയിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളതായി ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് അത് ബൈൻഡ് ചെയ്യും അല്ലെ. അങ്ങനെയായിട്ട് എന്താവും, ഹൈബ്രിഡൈസ്ഡ് DNA ആയിട്ട് മാറും. ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള DNA ആയിട്ട് മാറും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ഈ ഫിൽറ്റർ പേപ്പർ എന്ത് ചെയ്യും, വാഷ് ചെയ്തിട്ട് അൺബൗണ്ട് ആയിട്ടുള്ള പ്രോബ്സിനെ ഒക്കെ റിമൂവ് ചെയ്യും. അൺബൗണ്ട് ആയിട്ടുള്ള പ്രോബ്സിനെ ഒക്കെ റിമൂവ് ചെയ്യും. ഈ ഒരു നമ്മുടെ ഈ ഫിൽറ്റർ പേപ്പർ ഇല്ലേ, നമ്മുടെ നൈട്രോസെല്ലുലോസിന്റെ ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് അതിനെ വാഷ് ചെയ്യുമ്പോൾ അൺബൗണ്ട് ആയിട്ടുള്ള എന്ത് പ്രോബ് മുഴുവൻ അങ്ങോട്ട് വാഷ് ചെയ്ത് പോകും. പിന്നെ എന്താണ്, ഈ ഒരു ഹൈബ്രിഡൈസ്ഡ് DNA കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്റേ ഫിലിം ഒക്കെ വെച്ചിട്ട് അതിനെ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്ത് നോക്കും അല്ലെ. ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്ത് നോക്കുമ്പോ എന്ത് കാണാൻ പറ്റും, ഇമേജ് കാണാൻ പറ്റും. അതിൽ എന്തുണ്ടാവും, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതില് അല്ലേ. ഓക്കെ, അപ്പം ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബ് ബൈൻഡ് ചെയ്ത് റേഡിയോ ആക്റ്റീവ്ലി ഇതായിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ആ സൊല്യൂഷനിലുള്ള പ്രോബ് പോയിട്ട് നമുക്ക് ഡൗട്ട് ഉള്ള അങ്ങനെയുള്ള നമ്മൾ വെച്ചിട്ടുള്ള നൈട്രോസെല്ലുലോസിന്റെ ഫിൽറ്ററിലുള്ള ആ ഒരു ഇതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു ഓട്ടോ റേഡിയോഗ്രാഫി എടുത്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ ബാൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. അവര് ബാൻസ് ഉണ്ടാക്കും, കുറെ ഇതായിട്ട് കുറെ സീക്വൻസ് എന്തായിരിക്കും, സെയിം ആളുടെ ആണ് നമ്മൾ വെച്ച് നോക്കുന്നതെങ്കിൽ ഫുള്ള് ഒരുപാട് സീക്വൻസ് അവർക്ക് നല്ലോണം എന്ത് ചെയ്യണം, ബാൻസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാല് പെറ്റേണിറ്റിന്റെ ഇതില്, പെറ്റേണിറ്റി ടെസ്റ്റിനാണ്. പിന്നെ റേപ്പ് ഇതിപ്പോ നടന്നു കഴിഞ്ഞാല് അതിന്റെ പിന്നെ ആരാണ് ചെയ്തതെന്നുള്ള അതിന്റെ കൾപ്രിറ്റിനെ പിടിക്കാനും, മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് DNA അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് പ്രോബ് ഉണ്ടാക്കും അല്ലെ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ് അതിനോട് ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അല്ലെ. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബ് ആണോ നമ്മുടെ ഇതിൽ ഉള്ളത് നോക്കും. അപ്പൊ അതിനെ ബൈൻഡ് ചെയ്യാവുള്ളൂ അല്ലെ. അങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളതാണ് ഉള്ളതെങ്കിൽ അത് ബൈൻഡ് ചെയ്ത് എന്തുണ്ടാക്കും, നമ്മുടെ ആ ഓട്ടോ റേഡിയോഗ്രാഫില് അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളിന്ന് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, ആ ഇമേജില് ബാൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അതിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ്, ജനറ്റിക് ഡിസീസസ്.
ജനറ്റിക് ഡിസീസസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാക്കും. ജനറ്റിക് ഡിസീസസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ആക്കുകയെന്ന് വെച്ചാല് ഈ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇതെടുത്ത് എന്താണ് ആ ഒരു സെല്ലുലോസ് ആ ഇതിൽ എന്ത് ചെയ്യാ, നമ്മുടെ DNA ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പ്രോബില് എന്ത് കൊടുക്കുക, പ്രോബില് ഈ ഒരു ഡിസീസിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA അല്ലെങ്കിൽ അത് കൊടുക്കുക അല്ലെ. ഡിസീസ് വരാനുള്ള കോംപ്ലിമെന്ററി അതിന്റെ DNA കൊടുക്കുക. അപ്പം അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് നമ്മുടെ DNA ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലെ. നമുക്ക് എന്ത് മനസ്സിലാവും, ഡിസീസ് വരാനുള്ള സാധ്യതയുള്ള ജീൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ആനിമൽസിന്റെ ഒക്കെ എന്താണ് ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആനിമൽസിന്റെ ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, എവല്യൂഷൻ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഓക്കെ എവല്യൂഷൻ എങ്ങനെയാന്ന് നോക്കുക, നമ്മളൊരു DNA സീക്വൻസ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഒരുപാട് ഇതുപോലെ ബാൻഡ്സ് അല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഇത് ബൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും സെയിം സ്പീഷീസ് അല്ല, അത്രയും ഒരു അഫിനിറ്റി കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും എന്തുണ്ട്, അഫിനിറ്റി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും റിലേറ്റീവ് ആയിരിക്കും അല്ലെ. ആ ഒരു എവല്യൂഷന്റെ ഇതിൽ ഏതെങ്കിലും കുറച്ചുകൂടി അടുത്തൊരിതായിരിക്കും. പിന്നെ അവരുടെ DNA അവർ തീരെ എന്ത് കാണിക്കുന്നില്ല, അധികമായിട്ടുള്ള ഒരു ഇതും കാണിക്കുന്നില്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കും. ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയവരായിരിക്കും. അധികം എന്തുണ്ടാവില്ല, റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാവില്ല, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിയറി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് UTRs ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫൗണ്ട് ഇൻ വിച്ച് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് അവരെ കാണാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസിനെ നമുക്ക് ഏതൊക്കെ ലൊക്കേഷനിൽ കാണാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് 5' and 3' ഉണ്ട്. രണ്ടാമത്തത് at just 5' ഉണ്ട്, at only 3' ഉണ്ട്, ഔട്ട്സൈഡ് 5' and 3' ഉണ്ട്. എവിടെയാണ് കാണുന്നത്, എവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക്? ഓപ്ഷൻ എ ആണ് ശരി. നമ്മുടെ 5' 3' അത് കാണുന്നുണ്ട്. What occurs when an mRNA is encountered by the small subunit of the ribosome? mRNA എന്തുമായിട്ട് എൻകൗണ്ടർ ചെയ്തു, കണ്ടുമുട്ടി? നമ്മുടെ റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റുമായിട്ട് കണ്ടുമുട്ടി. അപ്പൊ എന്ത് നടക്കും? Dissociation of the ribosomes smaller and bigger subunits. അതാണ് നടക്കുന്നത്. The joining of the smaller and bigger subunits of the ribosome അതാണ് നടക്കുന്നത്. Translation of the basic dogma of DNA അതാണ് നടക്കുന്നത്. Transcribing the fundamental DNA principle ഏതാണ് നടക്കുന്നത്? ഇതിൽ നിങ്ങൾക്ക് രണ്ട് ആൻസറിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറയാവോ? തോന്നുന്ന ഏതെങ്കിലും ഒന്ന് റിസർച്ചെങ്കിലും ഒന്ന് പറയാവോ? നമുക്ക് ട്രാൻസ്ലേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? എന്ത് വേണം? ഒരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആരൊക്കെയാ ഉണ്ടാക്കുന്നത്? നമ്മുടെ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റും അതിന്റെ തന്നെ വലിയ സബ് യൂണിറ്റും തമ്മിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷെ സ്മോളർ സബ് യൂണിറ്റിലേക്ക് mRNA വന്നതാക്കി കഴിഞ്ഞാൽ
എന്താണ് നടക്കുന്നത്? ഇതിലും ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? എന്താണ് ഈ രണ്ട് ബിഗറും സ്മോളറും ആയിട്ടുള്ള റൈബോസോമിന്റെ സബ് യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത്, ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ അറിയോ? ട്രാൻസ്ലേഷൻ ഓഫ് ദ ബേസിക് ഡോഗ്മയാണ്, ഡോഗ്മ ഓഫ് DNA ആണ്. DNA ഇത് നടക്കും, ട്രാൻസ്ലേഷൻ തുടങ്ങും അല്ലെ? ഈ ഒരു mRNA ഇത് വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? സ്മോൾ യൂണിറ്റിലേക്ക്, സ്മോൾ സബ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാല് ട്രാൻസ്ലേഷൻ തുടങ്ങല്ലേ ചെയ്യുന്നത്. Among the following, which one is the start codon? ഇതിൽ ഏതാണ് സ്റ്റാർട്ട് കോഡോൺ? AUG ആണ്. What is the name of the procedure when polypeptides are converted into amino acids? Answer ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറയാവോ? ട്രാൻസ്ലേഷൻ ആണ്. The synthesis of proteins is carried out by which of the following cellular organelles? Ribosomes ആണ്. Which one of the following is not an RNA function? RNA function അല്ലാത്തത് ഇതിൽ ഏതാണ്? RNA എന്ന് ആലോചിക്കുമ്പോൾ പല ടൈപ്പിലുള്ള RNA ഉണ്ട്. അപ്പൊ എല്ലാ RNA നോക്കി കഴിയുമ്പോൾ ഇതിൽ RNAs ചെയ്യാത്ത ഒരു ഫംഗ്ഷനെ കാണുന്നുണ്ട്. മെസ്സഞ്ചർ എന്ന് പറയുമ്പോ mRNA എന്താണ്? മോഡിഫയർ ആണ് കറക്റ്റ്. Which of the following is a need for lactose entrance into the cell? സെല്ലിലേക്ക് ലാക്ടോസ് എൻട്രൻസിന്റെ നീഡ് അതിന് കാരണമാവുന്നത് ഇതിൽ ഏതാണെന്നാണ്? ഹൈ ലെവൽ ലാക്ക് ഓഫ് ഓപ്രോൺ എക്സ്പ്രഷൻ ആണോ കാരണമാകുന്നത്? അല്ലെങ്കിൽ ലോ ലെവൽ ലാക്ക് ഓപ്രോൺ എക്സ്പ്രഷൻ ആണോ? ലാക്ക് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ സെൽ ആണോ? ആബ്സെൻസ് ഓഫ് ദ ലാക്ക് ഓപ്രോൺ ഇൻ ദ സെൽ ആണോ? എന്ന് വെച്ചാൽ എന്താണ് ലാക്ടോസ് ഉള്ളിലേക്ക് വരാൻ എന്താണ് കാരണമാകുന്നത്? അപ്പൊ ആലോചിച്ച് നോക്കുക, ലാക്ടോസ് ഉള്ളിലേക്ക് വന്നാൽ എന്താണ് നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? ലാക്ടോസ് ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ സ്ട്രക്ചറൽ ജീൻസ് എന്ത് ചെയ്യുള്ളൂ? എക്സ്പ്രസ് ചെയ്യുള്ളൂ. സ്ട്രക്ചറൽ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്?
ഇവിടെ ലാക്കോപ്രോണിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലാക്കോപ്രോണിന്റെ എക്സ്പ്രഷൻ കുറയുന്ന സമയത്താണ് എന്ത് വരുന്നത്? ലാക്ടോസ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ലാക്കോപ്രോൺ എന്ത് ചെയ്യണം? കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് വരുന്നത്, ലാക്ടോസ് ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, അവരെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ബീറ്റാ കാരോക്സിഡേസും പെർമീസും അതൊക്കെ ഉണ്ടാവുന്നത്, ട്രാൻസാസറ്റേരീസും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ലോ ലെവൽ ലാക്കോപ്രോൺ ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ എക്സ്പ്രഷൻ ലോ ലെവലിലായിരിക്കുമ്പോഴാണ് ലാക്ടോസ് അതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ മോളിക്കുലർ ബേസിസ് ഓഫ് ഇനർജൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് എവല്യൂഷൻ? എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ, എന്ത് നമ്മുടെ ബാക്കിയുള്ള ഹയർ ഓർഡർ ഓർഗാനിസംസ് ഒക്കെ ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്ത് വന്നിട്ടുള്ളതാണ്? എവല്യൂഷൻ നടന്നിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡർലി ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ് അല്ലെ എന്ത് എവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു കണ്ടീഷനിൽ നിന്ന് ഫങ്ഷണലി എഫിഷ്യന്റ് ആയിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ എന്ത് പറ്റുക, അവരുടെ എൻവയോൺമെന്റ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഒരു അതിനോടുള്ള പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഉള്ള ഒരു മാറ്റം, അങ്ങനെ എന്താവും? ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഇതൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. എവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏർത്തിൽ ഉണ്ടാവുന്ന ലൈഫ് ഫോംസിന്റെ അവരുടെ ഹിസ്റ്ററി മൊത്തം, ആ ഒരു ഇത് മൊത്തം നോക്കുവാണെങ്കിൽ അതെന്താണ്? എവല്യൂഷണറി ബയോളജിയിലുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ഒറിജിൻ എങ്ങനെയാണ്? യൂണിവേഴ്സിന് എത്ര വയസ്സുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ എത്ര വരും? ഒരു അറൗണ്ട് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണല്ലോ നമ്മുടെ ഈ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് അടങ്ങിയിട്ടുള്ളതാണല്ലേ എന്ത് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. 20 ബില്യൺ ഇയേഴ്സ് ഒക്കെയാണ് അതിന്റെ ഏജ് പറയുന്നത്. നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിന്റെ ഒറിജിൻ പറയുന്നത് ആരാന്ന് വെച്ചാൽ ബിഗ് ബാങ് തിയറിയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്? ഒരു 20 ബില്യൺ ഇയേഴ്സ് എഗോ, ഈ BYA എന്ന് പറയുന്നത് 20 ബില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ, 20 ബില്യൺ ഇയേഴ്സ് എഗോ എന്തായി? നെബുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ, ഒരു ഹോട്ട് സബ്സ്റ്റൻസിന്റെ എക്സ്പ്ലോഷൻ മൂലമാണ് എന്തുണ്ടായിട്ടുള്ളത്? യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തായി? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു, ടെമ്പറേച്ചർ കുറഞ്ഞു, പിന്നെന്താണ്?
നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ ഫോം ചെയ്തു. പിന്നെ എന്തായി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായി. അതിൽ എന്തുണ്ടായി? ഗ്യാസസ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. എന്തുണ്ടായി? ഗാലക്സീസ് ഫോം ചെയ്തു. ഓക്കെ, ഇതിനൊക്കെ കാരണം എന്താണ്? ആ നെബുലന്റെ എക്സ്പ്ലോഷൻ ആണെന്നാണ് പറയുന്നത്. എന്തില്? ബിഗ് ബാങ് തിയറിയില്. ഓക്കെ, ഇനി നമ്മുടെ ഏർത്തിന്റെ ഒറിജിൻ ആണ്. അപ്പം നമ്മുടെ ഗാലക്സി എന്ന് പറയുമ്പോൾ ഏതാണ്? മിൽക്കി വേ അല്ലെ? അതിന്റെ ഇതില് ഏർത്ത് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളതെന്നാ പറയുന്നത്? 4.5 billion years ago ആണ്. 20 billion years ago ആണ് എന്തുണ്ടായിട്ടുള്ളത്? നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. ഏർത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഒരു 4.5 billion years ago ആണ് ഏർത്ത് ഉണ്ടായിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏത് ഗാലക്സിയിലാണ്? മിൽക്കി വേയിൽ. നമ്മുടെ ഏർലി ഏർത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ എന്തുണ്ടായിരുന്നില്ല? അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തായി? വാട്ടർ വേപ്പർ, പിന്നെ CH4, CO2, NH3 ഇതൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഏർത്തിന്റെ സർഫസിൽ ഉണ്ടായിരുന്ന മോൾട്ടൻ മാസസ് ഒക്കെ അതിൽ നിന്ന് എന്ത് റിലീസ് ചെയ്തു? ഈ വാട്ടർ വേപ്പറും CH4ഉം CO2ഉം NH3 ഒക്കെ ഇങ്ങനെ റിലീസ് ചെയ്തു. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? ഇതിൽ നിന്ന് H2O യിൽ നിന്ന് H2O2, പിന്നെ NH3യിൽ നിന്ന് എന്തൊക്കെയാ? O2 വാട്ടർ, CH4 ൽ നിന്ന് O2, CH4 പ്ലസ് O2 ചേർന്നപ്പോൾ എന്തുണ്ടായി? CO2. അങ്ങനെ പറഞ്ഞ് ഈ റിയാക്ഷൻസ് ഒക്കെ എന്താക്കാൻ തുടങ്ങി? നടക്കാൻ തുടങ്ങി. പിന്നെ എന്തുണ്ടായി? ഓസോൺ ലെയർ ഉണ്ടായി. പിന്നെ എന്താ? ആ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഏർത്ത് എന്താവാൻ തുടങ്ങി? തണുക്കാൻ തുടങ്ങിയില്ലേ? കൂൾ ആവാൻ തുടങ്ങി. കൂൾ ആവാൻ തുടങ്ങി. പിന്നെ എന്തായി? ആ ഒരു കൂള് ചെയ്യാൻ തുടങ്ങിയപ്പം എന്തായി? വാട്ടർ വേപ്പർ. ആ ഒരു വാട്ടർ വേപ്പറായിട്ടാണ് വാട്ടർ നിൽക്കുന്നത്. അല്ലാതെയുള്ള വാട്ടർ ഫോം ഒന്നും നമുക്ക് ലിക്വിഡ് ഫോമിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭൂമി ഒന്ന് തണുത്തു തുടങ്ങിയപ്പോ എന്ത് പറ്റി? കുറേ വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള മഴ ഉണ്ടാവാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങി. അത് കുറേ വർഷങ്ങളൊക്കെ നീണ്ടു നിന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും വലിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്തൊക്കെ ഉണ്ടായി? ഓഷ്യൻസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, ഓഷ്യൻസ് അതുപോലെയുള്ള എന്താണ് വാട്ടർ റിസർവോയേഴ്സ് ഒക്കെ. അതുപോലെ ഓഷ്യൻസ് അത്രയൊക്കെ മഴ പെയ്യുന്നു അല്ലെ? അങ്ങനെയുള്ള ഓഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ലിവിങ് ഫോംസ് എവിടെയാ ഉണ്ടായതെന്നാണ് പറയുന്നത് വെച്ചാല് ഓഷ്യനില്. ആ ഓഷ്യനിൽ അപ്പൊ മഴ പെയ്തപ്പോ ഈ മഴയുടെ കൂടെ എന്തൊക്കെ വന്നിട്ടുണ്ടാവും? ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഈ ഒരു മോളിക്യൂൾസും കോമ്പൗണ്ട്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മഴവെള്ളത്തിന്റെ കൂടെ എന്തിലെത്തിയിട്ടുണ്ടാവും? ഓഷ്യൻസിൽ എത്തിയിട്ടുണ്ടാവും അല്ലെ? ആ ഓഷ്യനിൽ അവിടെ കിടന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആ ഓഷ്യനിൽ എവിടെയോ വെച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ആദ്യത്തെ ലൈഫ് ഫോം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ലൈഫ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള സിംഗിൾ സെല്ല് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെ? അപ്പൊ അത് ഉണ്ടായിട്ടുള്ളത് എവിടുന്നാണെന്നാണ് പറയുന്നത്? ഓഷ്യൻസിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒറിജിൻ ഓഫ് ലൈഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നോൺ സെല്ലുലാർ ഫോം, സെല്ലുള്ള ഫോമിലാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ലൈഫ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ അല്ലാത്ത നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നോൺ സെല്ലുലാർ ഫോമിലുള്ള ലൈഫ് ഒരു 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ സെല്ലുലാർ ഫോം നോൺ സെല്ലുലാർ ഫോം ആയിട്ടുണ്ടായി. അതിൽ നിന്ന് എന്തുണ്ടായി? സെല്ലിലുള്ള ഫോം ആണേ. അപ്പൊ സെല്ലുലാർ ഫോം തന്നെ വന്നിട്ടുള്ളത് എപ്പോഴാണ്? അതും കഴിഞ്ഞിട്ട് 2 ബില്യൺ ഇയേഴ്സ് എഗോ. 2 ബില്യൺ ഇയേഴ്സ് എഗോ മാത്രമാണ് എന്തുണ്ടായിട്ടുള്ളത്? ആദ്യത്തെ സെൽഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ടുള്ള
ലിവിങ് തിങ്സ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഒറിജിൻ ഓഫ് ലൈഫിനെ സംബന്ധിച്ച് കുറെ തിയറീസ് ഉണ്ട്. ഇത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, കുറെ തിയറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? തിയറി ഓഫ് പാൻസ്പെർമിയ. പാൻസ്പെർമിയ ഉണ്ട്. എന്താണ് പറയുന്നത്? എന്താണ്? നമ്മുടെ ഡിഫറെന്റ് പ്ലാനറ്റ്സിൽ നിന്ന് എന്താണ് വന്നിട്ടുള്ള സ്പോർസ് ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എന്ത് പറയുന്നത്? തിയറി ഓഫ്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാല് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ അബയോജനസിസ് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ് എന്ത് കാണുന്നുണ്ട്? അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ അതിൽ നിന്ന് ജീവിച്ചു വരുന്ന ലൈഫ് ഇല്ലാത്തതിൽ നിന്ന് എന്തുണ്ടാവുന്നു? ലൈഫ് ഉണ്ടാവുന്നു എന്ന് അവര് വിചാരിച്ചു. അങ്ങനെയാണ് എന്ത് തിയറി വന്നിട്ടുള്ളത്? സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ അബയോജനസിസ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു സ്പോണ്ടേനിയസ് മാനറിലാണ് വരുന്നത്. സ്ട്രോ, മഡ് ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ എന്തുണ്ടാവുക? ലൈഫ് ഉണ്ടാകുന്ന പറഞ്ഞു. മൂന്നാമത്തെ തിയറി എന്താണെന്ന് വെച്ചാൽ തിയറി ഓഫ് ബയോജനസിസ് ആണ്. ഈ തിയറി പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിനു മുമ്പ് ജീവിച്ചിരിക്കുന്ന എന്താണ് ലൈഫ് ഫോംസിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ലൈഫ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ ആ ഒരു സമയത്ത് അതിനെ റിജക്ട് ചെയ്തു. കാരണം എന്താ? ഫസ്റ്റ് ലൈഫ് ഫോംസ് എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ പറ്റിയില്ല. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന ലൈഫ് ഫോംസിൽ നിന്നാണ് പിന്നെയുള്ള ലൈഫ് ഫോംസ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ ഫസ്റ്റ് ലൈഫ് ഫോം എങ്ങനെ ഉണ്ടായി? അതിന് മുമ്പ് ലൈഫേ ഇല്ല. അപ്പൊ പിന്നെ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായി റിജക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ പിന്നീട് എടുത്ത് തെളിയിച്ചത് ആരാന്ന് വെച്ചാല് ലൂയിസ് പാസ്റ്റർ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഫ്ലാസ്ക് പ്രീ സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള ഫ്ലാസ്ക് എടുത്തു. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അതിൽ എന്തില്ല? ഉള്ളില് ഒരു ജീവിയും ജീവനുള്ളതൊന്നുമില്ല. സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സ്വാൻ നെക്ഡ് ആയിട്ടുള്ള ഫ്ലാസ്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഈസ്റ്റിനെ ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്തായി? ഈസ്റ്റ് അപ്പം അത് ചത്തുപോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഈ ഫ്ലാസ്കിൽ എന്ത് ചെയ്തു? അതിന്റെ ഒരു സൈഡ് എന്ത് ചെയ്തു? ബ്രോക്ക് പൊട്ടിച്ചു. അങ്ങനെയായപ്പോ എന്തായി? നമ്മുടെ എയറിൽ നിന്ന് അതിനുള്ളിലേക്ക് മൈക്രോബ്സ് എൻ്റർ ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോ എന്തായി? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ ഒരു മൈക്രോവേവ് ഗ്രോത്ത് അതിനുള്ളിൽ കാണാൻ പറ്റി. അപ്പൊ എന്ത് പറയാം? നിന്നാണ് എന്തുണ്ടാവുന്നത്? ഫസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് എന്താ
അവരൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ആ ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതെന്താ പറയുന്നത് വെച്ചാല് ഇനോർഗാനിക് കെമിക്കൽസ് ആക്സിഡന്റലി റിയാക്ട് ചെയ്തപ്പോ എന്താണ് ലൈഫ് ഫോം ചെയ്തത്. വാട്ടറിൽ എന്തുണ്ട്? ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ അതിലുണ്ട് അല്ലെ, അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കൊളീഷൻ ഒക്കെ നടന്നു, അവർ പരസ്പരം റിയാക്ട് ചെയ്ത് ആക്സിഡന്റലി ആണ് എന്തുണ്ടായത്? ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായത് എന്നാണ് അവർ പറഞ്ഞത്. ഹാൽഡെയ്ൻ ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണ്? ലൈഫ് ഫോം ചെയ്തിട്ടുള്ളത് ഒരു 1000 മില്യൺ എവല്യൂഷൻ വഴി. 1000 മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ആ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് കാലം ഇവരിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ലൈഫ് ഉണ്ടായിട്ടുള്ളത്. ഒരു 1000 മില്യൺ ഇയേഴ്സ് ഓഫ് ഉള്ള എവല്യൂഷൻ വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? CH4 ഉണ്ടായിരുന്നു, NH2 ഉണ്ടായിരുന്നു, എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അവരൊക്കെ എന്ത് ചെയ്തു? ആക്സിഡന്റലി കൊളൈഡ് ചെയ്തു. കൊളൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവര് പരസ്പരം റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ പിന്നെ എന്തുണ്ടായി? വാട്ടർ വേപ്പർ ഉണ്ടായി. എങ്ങനെയാണ്? വോൾക്കാനിക് സ്റ്റോം എന്ന്. വോൾക്കാനിക് സ്റ്റോമിൽ നിന്ന് എന്തുണ്ടായി? വാട്ടർ വേപ്പറും ഉണ്ടായി. അറ്റ്മോസ്ഫിയർ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഓരോന്നിനും ഉണ്ടായി വരികയാണ് അല്ലെ. പിന്നെ വാട്ടർ വേപ്പർ ഉണ്ടായി. പിന്നെ എനർജി, നമുക്ക് എന്ത് ചെയ്യാനും എനർജി വേണമെന്ന് അറിയാം അല്ലെ. അപ്പൊ ഈ എനർജി എവിടുന്ന കിട്ടിയിട്ടുള്ളത്? ഈ ലൈറ്റ്നിങ്, പിന്നെ നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻസ്, അതിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്? മാസീവ് ആയിട്ടുള്ള എനർജി വരുന്നുണ്ട് പുറത്തേക്ക് അല്ലെ. അപ്പൊ ഈ എനർജീസ് ഇതൊക്കെയാണ് എന്ത്? ഈ ഒരു റിയാക്ഷന്റെ ഇതിലൊക്കെ സോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് എന്തായിരുന്നു? O2 ഉണ്ടായിരുന്നില്ല, ഓക്സിജൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്തുണ്ടായിരുന്നത്? അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇത് കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്തായി? വാട്ടർ വേപ്പർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി, റെയിൻ ആയിട്ട് എന്തായി? താഴേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ എന്തായി? ഓസോൺ ലെയറിന്റെ ഫോർമേഷനും ഉണ്ടായി അല്ലെ. ഓസോൺ ലെയർ ഫോം ചെയ്യുകയും ചെയ്തു. റെയിൻ ആയിട്ട് വാട്ടർ താഴേക്ക് വരാനും തുടങ്ങി. പിന്നെ അവിടെ നിന്നാണ് എന്തുണ്ടായത്? ഓഷ്യൻ ആ ഒരു വാട്ടർ വേപ്പർ താഴെ വന്നിട്ട് എന്തുണ്ടായത്? ഓഷ്യൻസ് ഉണ്ടായത്. ഈ ഓഷ്യനിൽ എന്തുണ്ടായി? ഈ ഇനോർഗാനിക് ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്തു? ഓഷ്യനിലേക്ക് വന്നു. ഓഷ്യനിലാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു കൊളീഷൻ അതൊക്കെ നടന്നു. അങ്ങനെ നടന്ന് ആ ഒരു പ്രക്രിയ ഒക്കെ നടന്നു കഴിയുമ്പം പിന്നെ എന്തുണ്ടായി? പിന്നെ ഇങ്ങനെ ഗ്രാജുവലി എന്തൊക്കെ ഉണ്ടായി? RNA ഉണ്ടായി, പ്രോട്ടീൻസ് ഉണ്ടായി. അങ്ങനെ ഓരോന്നായിട്ട് ലൈഫിന്റെ ഓരോ ബേസിക് ആയിട്ടുള്ള ഓക്കെ, അങ്ങനെയാണ് ലൈഫ് പാരഡൈം ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം എന്താണ്? അവർ തെളിയിക്കാനോ നിന്നിട്ടില്ല. അവർ ജസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ് ആണ് ആക്കിയിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്തു? ഈ ഒരു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അതിനെ തെളിയിച്ചു. ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് എന്താ? യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരെന്ത് ചെയ്തു? ലബോറട്ടറിയിൽ ആ ഓൾഡ് ടൈമിൽ ഉണ്ടായിരുന്ന എർത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തുണ്ടാവുന്നു എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പം അതിൽ നിന്ന് എന്തുണ്ടായി? ഓൾഡിൽ ആദ്യം ഉണ്ടായിരുന്ന ലൈഫ് ഫോംസ് ഉണ്ടാവുന്ന സാധനങ്ങളില്ലേ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈഫ് ഫോംസിന് വേണ്ടിയിട്ടുള്ള അത് ഉണ്ടാവാനുള്ള ഇതൊക്കെ ഇൻഗ്രീഡിയന്റ്, അതൊക്കെ എവിടെ ഉണ്ടായി? ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ എൻഡിലേക്കും ഉണ്ടായി. അപ്പം അവര് ഒരു 18 ദിവസത്തെ എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന CH4, H2, NH2 ഇതിനൊക്കെ ഒരു ക്ലാസ്
ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ഒരു 800 കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനർജി ആവുന്നതില് ഇലക്ട്രിക് ഡിസ്ചാർജ്, ആ ഒരു ഹീറ്റ് കൊടുത്തു, ഇലക്ട്രിക് ഡിസ്ചാർജ് ഒരു 75,000 വോൾട്ടുള്ള ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ ആ ഒരു എനർജി കൊടുത്തു. പിന്നെ എന്താ, വാക്വം ഉപയോഗിച്ച് അതിൽ നിന്ന് അന്നത്തെ ഇതിൽ എന്തില്ല, അറ്റ്മോസ്ഫിയർ അതൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എയർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തെടുത്തു. ആ ഇതിലുണ്ടാവുന്ന, ആ ഫ്ലാസ്കിൽ ഉണ്ടാവുന്ന ഗ്യാസസിനെ ലിക്വിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കണ്ടൻസർ യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് അവസാനം എന്തുണ്ടായി, അമിനോ ആസിഡ്സ് ഉണ്ടായി. അമിനോ ആസിഡ്സ് എന്തിൽ നിന്നുണ്ടായി, ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോ അവസാനം എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടി, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് അവർ തെളിയിച്ചു. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തിയറിയും കൂടി ഉണ്ട്. എന്താണ്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാനുള്ളതാണ്. എന്താണ് നമ്മുടെ അതിനത്ര എന്ത് കിട്ടിയിട്ടില്ല, സയന്റിഫിക്കലി പ്രൂവ് ആണതൊന്നുമല്ല. കാരണം അത് നമുക്ക് പറഞ്ഞാൽ തന്നെ അറിയാലോ, എന്താണ് ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഈ ഒരു ലോകം ഇപ്പൊ കാണുന്ന ഇതേപോലെ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിന് എത്ര വയസ്സാണെന്നുള്ളതാണ് പറയുന്നത്, 4000 years old ആണ് ഈ എർത്ത്. ഇപ്പൊ കാണുന്ന അതുപോലെയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഓർഗാനിസംസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താ, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതൊന്നും ഇതില് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇതെന്താണ് ലോജിക്കൽ ഒരു എവിഡൻസ് ഇതൊന്നും സയന്റിഫിക് ഇതൊന്നും ഇതിലില്ല. ഇനി തിയറീസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മെയിൻ ആയിട്ട് നമുക്കറിയാവുന്ന തിയറീസ്, ബയോളജിക്കൽ എവല്യൂഷന്റെ തിയറീസ് ഏതൊക്കെയാണ്, ലാമാർക്കിന്റെ ഫസ്റ്റ് വരുന്നതാണ്, ലാമാർക്കിന്റെയാണ്. ലാമാർക്ക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ അക്വയർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യണം, അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. 1809 അദ്ദേഹത്തിന്റെ ബുക്കില്, ഏത് ഫിലോസഫിക് സുവോളജിക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലാണ് എന്തുള്ളത്, ഈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിന്റെയൊക്കെ എവല്യൂഷൻ എന്ന് പറയുന്നത്, എവല്യൂഷൻ എന്താണ്, അനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗൻസ് ബാക്കിയുള്ളതൊക്കെ അതിന്റെ യൂസും ഡിസ്യൂസും അനുസരിച്ചിട്ടാണ് എവല്യൂഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റിന്റെ ഒരു മാപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് എൻവയോൺമെന്റൽ ചേഞ്ച് ഉണ്ടാവുന്നു, പുതിയ നീഡ്സ് ഉണ്ടാവുന്നു, പുതിയ സ്ട്രക്ചർ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുന്നു. സ്ട്രക്ചറിന്റെ ഡിസ്യൂസ് സ്നേക്കില് പണ്ട് കാലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ലിംസ് ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് അത് ഉപയോഗം വരാതെ ആയപ്പം എന്താണ്, അത് ഡീജനറേറ്റ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്താ, ഡിസ്യൂസ് ചെയ്തിട്ട് അത് ഡീജനറേറ്റ് ചെയ്ത് പോവാന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്നേക്സിന് ലിംസ് ഉണ്ടായിരുന്നു, അത് ഡീജനറേറ്റ് ചെയ്ത് പോയതാണ് ഉപയോഗം ഉപയോഗിക്കുക. എന്താവും, നമ്മുടെ ജിറാഫിന്റെ നെക്ക്, ജിറാഫിന് ഒരു സ്ഥലത്ത് എന്തുണ്ടായില്ല, അവരുടെ പരിധിയിൽ കഴിക്കാനുള്ള ഫുഡ് കിട്ടിയില്ല. അപ്പം കുറച്ചുകൂടി ഉയരത്തിലുള്ള മരമായിരുന്നു, അതിങ്ങനെ കഴിക്കാനുള്ള ആ ഇതില് എന്തായി, എത്തിപ്പിടിച്ച് അങ്ങനെയാണ് അവർക്ക് എന്തുണ്ടായത്, വലിയ വലിയ കഴുത്തുള്ള ജിറാഫിന് അത്ര വലിയ കഴുത്തുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അല്ലേ, അപ്പം അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ഇലോങ്ങേഷൻ ഓഫ് ജിറാഫിന്റെ നെക്ക്. ഓക്കെ, അപ്പം പിന്നെ അതെന്തായി, ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഇലോങ്ങേഷൻ നടന്നത് പിന്നെ കൂടുതൽ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത് അക്വയർഡ് ക്യാരക്ടറായി.
അവർക്ക് കിട്ടിയിട്ടുള്ള അക്വയർ ചെയ്തിട്ടുള്ള ക്യാരക്ടറായി അതെന്ത് ചെയ്തു? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ആ അക്വയർഡ് ക്യാരക്ടർ അടുത്ത ജനറേഷനിലേക്ക് കൊടുത്തു. ഓക്കെ, അങ്ങനെയാകുമ്പോ എന്തുണ്ടായി? ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഉണ്ടായി. ന്യൂ സ്പീഷീസിന്റെ ഒറിജിൻ ഓർഗൻസ് വന്നു, അതിന് കണ്ടിന്യൂസ് യൂസ് വന്നു. യൂസ് വന്നപ്പോ അതെന്തായി? ആ ഓർഗൻ ബെറ്റർ ആയപ്പോ അതൊരു അക്വയർഡ് ക്യാരക്ടറായി. ആ അക്വയർഡ് ക്യാരക്ടറിലായി. അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് പോകുമ്പോ ആ ഒരു ന്യൂ സ്പീഷീസ് അതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ ആരതാണ്? ഡാർവിന്റെ ആണല്ലേ, ചാൾസ് ഡാർവിന്റെ ആണ്. അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. ഡാർവിൻ മാത്രമല്ല, ആൽഫ്രഡ് വെല്ലസും എന്തുണ്ട്? ഡച്ച് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നാച്ചുറൽ സെലക്ഷന്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആരുടെയൊക്കെയാണ്? ഡാർവിന്റെയും ആൽഫ്രഡ് റസൽ എന്ന് പറയുന്ന അതിന്റെ ബുക്ക് ഏതാണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് അല്ലെ, അതിന്റെ നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില് എന്തുണ്ട്? എന്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഡാർവിൻ ഫിഞ്ചേഴ്സിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിലൊക്കെ പോയതിന്റെ അപ്പൊ ആ ഒരു ഡാർവിൻ ഫിഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പം അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർക്ക് അതിന്റെ വെച്ച് കഴിഞ്ഞാൽ തോമസ് മാൽത്തസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ എന്താണ്, അദ്ദേഹം ബ്രിട്ടീഷ് എക്കോണമിസ്റ്റ് ആയിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എസ്സേനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡാർവിൻ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഒരു എന്താക്കിയിട്ടുള്ളത്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അഡ്വാൻസ് ചെയ്തെടുത്തത്. പിന്നെ ആൽഫ്രഡ് റസൽ വാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹം മലായ ആർക്കിപെലാജിയോയില് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമ്മുടെ എവിടെ നടത്തിയിട്ടുണ്ടായിരുന്ന ഗാലപ്പഗോസ് ഐലൻഡില് ഡാർവിൻ ഫിഞ്ചസിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പോലെ അതുപോലെയുള്ള കൺക്ലൂഷനിൽ എവിടെ മലായ ആർക്കിപെലാജിയോയിൽ അദ്ദേഹം നോക്കിയപ്പോ ആൽഫ്രഡ് വാലൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു സിമിലർ കൺക്ലൂഷൻ അദ്ദേഹം അവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത്, അവർ രണ്ടുപേരുമാണ് ഈ ഒരു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് മുന്നോട്ട് വെച്ചത് പറയുന്നത്. തിയറി ഓഫ് ഈ ഒരു സ്പെഷ്യൽ ക്രിയേഷന്റെ തിയറി 19th സെഞ്ചുറി ഒക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്യപ്പെട്ടപ്പോഴാണ് എന്ത്, ഈ ഒരു ഡാർവിൻ അദ്ദേഹത്തിന്റെ HMS ബീഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പില് എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു? ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെ, ഗാലപ്പഗോസ് ഐലൻഡ്. അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള ബേർഡ്സിന്റെ ഇതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ ഒരു നാച്ചുറൽ സെലക്ഷന്റെ തിയറീസ് കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതില് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ, കീ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ഡിസെന്റ് ആണ്. എന്ന് വെച്ചാല് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബ്രാഞ്ചിങ് ഡിസെന്റ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് എന്ത് ചെയ്യാം, ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഡിസെൻഡൻസ് ഇങ്ങനെ കുറേ പോവുക. അതാണ് എന്ത് പറയുന്നത്, ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു കോമൺ ആയിട്ടുള്ളതിൽ നിന്ന് ഇങ്ങനെ ഡിസെൻഡൻസ് ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു നാച്ചുറൽ അവര് ജീവിക്കുന്നതില് എന്താവും, ആ ഒരു കണ്ടീഷൻ ഒക്കെ മാറുമ്പോൾ ആർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് നോക്കൂ അല്ലെ. എന്താണ്,
ആർക്ക് നാച്ചർ അവിടെ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എന്ത് ചെയ്യും അവിടെ നിർത്തും, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും എലിമിനേറ്റ് ആയിട്ട് പോകും. അപ്പം അങ്ങനെയുള്ള നിന്നിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡിസെൻഡൻസ് ആയിട്ടാണ് മാറുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വരാം, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, എന്നിട്ട് എന്തുണ്ടായി, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. ക്ലൈമറ്റ്, ഫുഡ്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെ എന്താവും, അവർക്ക് ഇതൊന്നും പോരാതെ വരും അല്ലെ. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആവും. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, ഏതെങ്കിലും ഒരു ജീവിതം എന്തുണ്ടാവും, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ ഒരുപാട് എന്തുണ്ടായി, ആൾക്കാർ അല്ലെങ്കിൽ പോപ്പുലേഷൻ അതിലുണ്ടായി. അപ്പം അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് പറ്റാതെയായി. എല്ലാവർക്കും ഒരേ നിശ്ചയം, ഒരേ ഇതല്ലേ സാധനങ്ങളല്ലേ വേണ്ടത്. അപ്പൊ അവർക്ക് എന്തായി, പറ്റാതെയായി. അപ്പൊ അവിടെ എന്ത് വന്നു, ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വന്നു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വന്നപ്പോ എന്തായി, അവർക്കുള്ളിൽ എന്തുണ്ടായി, ഒരു വേരിയേഷൻ ഉണ്ടായി. അവർക്കുള്ളിൽ തന്നെ ഒരു വേരിയേഷൻ ഉണ്ടായി. അപ്പൊ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വന്നപ്പോ ഇപ്പം നമുക്ക് വേണ്ട ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്താവും, നമുക്ക് ഏതൊക്കെ ഫുഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതില് ഓരോരുത്തരും ഓരോ വഴിയിൽ തിരിയും അല്ലെ. നമുക്ക് ഇന്ന ഫുഡ് ഇതാക്കാം, അത് കഴിക്കാൻ പറ്റും, അത് കഴിക്കാൻ പറ്റും എന്നുള്ളതില് ഓരോരുത്തരും ഓരോ ഇതിലുണ്ടാവും. അപ്പൊ ഒരു വേരിയേഷൻ അവരുടെ ഇതിൽ വന്നു. അപ്പം അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ വന്ന ആൾക്കാർ എന്ത് ചെയ്തു, പെരിഷ് ചെയ്തു, ചത്തുപോയി. അൺഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ വേരിയേഷൻ വന്ന ആൾക്കാര് എന്തായി, അൾട്ടിമേറ്റ്ലി അവരുടെ ഇത് അവിടെ നിൽക്കും, ഒരു ചത്തുപോകും. പിന്നെ എന്താണ്, ഫേവറബിൾ ആയിട്ട് വേരിയേഷൻ വന്ന ആൾക്കാർ എങ്ങനെയാണ്, അവര് സർവൈവ് ചെയ്യും. അവര് സർവൈവ് ചെയ്യും. അപ്പൊ ആ സർവൈവൽ എന്താ പറയാ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാ പറയാ. ഓക്കെ, ആ സർവൈവ് ചെയ്തിട്ടുള്ള ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് അവർക്ക് ഇതാക്കിയിട്ട് അവർക്ക് വന്നിട്ടുള്ള ആ വേരിയേഷൻ എന്ത് ചെയ്യും, അവരുടെ ഓഫ്സ്പ്രിങ്സിലേക്ക് കൊടുക്കും അല്ലെ. അപ്പം പിന്നെ അവരിൽ നിന്ന് എന്താവും, അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഇതാവുന്നത് ആൾക്കാരൊക്കെ എന്താണ്, പുതിയൊരു സ്പീഷീസ് ആയിട്ട് തന്നെ മാറും. അവർക്ക് വേരിയേഷൻ വന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഡിഫറെന്റ് ആയിട്ട് മാറിയതൊക്കെ. ഇപ്പൊ ഡാർവിൻ ഫിഞ്ചസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഐലൻഡിലേക്ക് അവിടേക്ക് വന്നപ്പോ അവർക്ക് എന്തുണ്ടായി, അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായപ്പം അവർക്ക് എന്തുണ്ടായി, ലിമിറ്റഡ് റിസോഴ്സസ് ആയി, ഫുഡ് ഇതൊന്നും കിട്ടാതെയായി, ഡിഷേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയി അല്ലെ. ഡിഷേഴ്സ് ഒക്കെ ഒരുപോലെയുള്ള ആൾക്കാർക്ക് എന്തായി, അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റാതായതുകൊണ്ട് അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡിന്റെ പാറ്റേൺ ഇതൊക്കെ ഡിഫറെന്റ് നോക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് എന്താണ്, ആ ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ആ വീക്കിന്റെ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് വന്നു. കാലം കഴിയുമ്പോൾ അവർക്ക് ആ ഫുഡ് കഴിക്കാനുള്ള വീക്കിന്റെ ഇതിന്റെയൊക്കെ അളവ് ഡിഫറെന്റ് ആയിട്ട് വന്നു. അൺഫേവറബിൾ ആയിട്ട് ആക്കിയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർക്ക് അതിൽ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്തു, പെർഷ് ചെയ്തു പോയി. ഫേവറബിൾ ആയിട്ട് ഇത് വന്നിട്ടുള്ള വേരിയേഷൻ വന്നിട്ടുള്ള ആൾക്കാർ എന്ത് പറ്റി, ഫേവറബിൾ ആയിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാര് അവര് എക്സിസ്റ്റ് ചെയ്തു, അവര് സർവൈവ് ചെയ്തു, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നടന്നു. അവര് പിന്നീട് എന്തുണ്ടായി, പുതിയ ഓഫ് സ്പ്രിങ്സിനെ ഇതാക്കുമ്പോൾ അവർ അപ്പൊ അവിടെ ഒരു പുതിയ സ്പീഷീസിന്റെ ഡാർവിന്റെ അല്ലെങ്കിൽ ആ ഒരു ആൽഫ്രഡ് റസൽ വാലൻസിന്റെ ആ ഒരു ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് തിയറി കൂടെ എന്താണ്, തിയറി ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയും. തിയറി ഓഫ് മ്യൂട്ടേഷൻ ആരാണ് ഇതാക്കിയിട്ടുള്ളത്, ഹ്യൂഗോ ഡീബ്രിസ് ആണ്. തിയറി ഓഫ് മ്യൂട്ടേഷൻ 1901 ഹ്യൂഗോ ഡീബ്രിസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ, മ്യൂട്ടേഷൻ കോസസ് ലാർജ് ഡിഫറൻസസ് അറൈസിങ് സഡൻലി ഇൻ എ ലാർജ് പോപ്പുലേഷൻ ലീഡിങ് ടു സ്പീഷിയേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് അറിയാം മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, സഡൻ ആയിട്ടുള്ള ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച്. പക്ഷെ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എന്താണ്, ലാർജ് ഡിഫറൻസസ് ഉണ്ടാവുന്നത് സഡൻലി ഇൻ എ ലാർജ് പോപ്പുലേഷൻ. ഒരു ലാർജ് പോപ്പുലേഷനിൽ പെട്ടെന്ന് ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്താണ്, അത് എന്തിലേക്ക് ലീഡ് ചെയ്യും,
പുതിയൊരു സ്പീഷീസ് ആവാൻ ലീഡ് ചെയ്യും അല്ലെ. ഇപ്പൊ ഉള്ള സ്പീഷീസിൽ നിന്ന് പുതിയൊരു വെറൈറ്റി ആവാൻ അത് കാരണമാകും അല്ലെ. അപ്പൊ അങ്ങനെ പുതിയ സ്പീഷിയേഷൻ നടക്കും. അതിന് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ സാൾട്ടേഷൻ എന്നാണ് പറയുന്നത്. മ്യൂട്ടേഷന് പകരം ഇവിടെ അതിന് എന്താണ് പറയുന്നത്, ആ ഒരു മ്യൂട്ടേഷന് നമ്മൾ ഇവിടെ ഹ്യൂഗോഡിബിസ് സാൾട്ടേഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാച്ചുറൽ സെലക്ഷനിൽ വാരിയേഷൻ അല്ലെ. അപ്പൊ മ്യൂട്ടേഷൻ ഈ ഹ്യൂഗോഡിബിസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എങ്ങനെയാണ് സ്മോൾ ആയിട്ടുള്ള ഗ്രാജുവൽ പ്രോസസ് ആണ് വരുന്നത്. ചെറിയൊരു വാരിയേഷൻ വരും, ഗ്രാജുവലി ആണ് വരുന്നത്, പെട്ടെന്ന് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. ഗ്രാജുവലി ഇങ്ങനെ ഓരോ ജനറേഷനിൽ ഉണ്ടാവുന്ന കുറേ വർഷങ്ങൾ എടുത്തുണ്ടാവുന്ന പ്രോസസ് ആണ്. അത് ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത് അല്ലെ. ഇതിൽ എന്താണ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫാക്ടേഴ്സിനെയൊക്കെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ആര്, നാച്ചുറൽ സെലക്ഷനിൽ. ജീൻസ് ആ ഒരു ലെവലൊന്നും അറിയാൻ മ്യൂട്ടേഷൻ ഈ ഹ്യൂഗോഡിബിസ് കണ്ടിട്ടുള്ളതില്ല. എന്താണ് അദ്ദേഹം എന്തിലാ സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാൽ ഓൺ പ്രൈം റോസിലാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലാർജ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ആണ്. ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ സഡൻ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ അക്കൗണ്ട് ഫാക്ടേഴ്സ് അപ്പൊ ഉണ്ടായിരുന്ന ആ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ആ ഒരു ജീൻ പോലുള്ളതില്ലേ, അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആ ജീൻ പോലെയുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.